യൂട്യൂബർ മണവാളനെ പോലീസ് പൊക്കി. തൃശൂർ പോലീസ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരുകാരനായ ഇയാളെ കുടകിൽ നിന്നാണ് പൊക്കിയത്. മണവാളൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷഹീൻ ഷാ എരമല്ലൂർകാരനാണ്. അയാളുടെ യൂട്യൂബിൻ്റെ പേരാണ് മണവാളൻ. ഏകദേശം 15 ലക്ഷത്തോളം ആൾക്കാർ ഇയാളുടെ കോപ്രായങ്ങളും വട്ടുതരവും കാണുന്നുണ്ട്. പ്രാങ്കാണ് ഇയാൾ ചെയ്യുന്നത്. ആൾക്കാരെ പറ്റിക്കും. അവസാനം ഓരോ യൂട്യൂബ് ചാനലിലും ഓരോ പറ്റീനാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ മലയാളവും ഇംഗ്ലീഷും ഇയാൾ പറയും. മുടി വളരെ പ്രത്യേക രീതിയിൽ തലയിൽ ചീകി വെച്ച് അത് പശയൊക്കെ ചേർത്ത് കമ്പി പോലെ തലയിൽ ഇങ്ങനെ എഴുതി നിൽക്കും. മുടിയിലാണ് അയാളുടെ പ്രത്യേകത. അയാളുടെ യൂട്യൂബ് ഷോയിലെല്ലാം അയാളുടെ വ്യത്യസ്തമായ മുടി ചീകലും വ്യത്യസ്തമായ മുടിയുടെ ആ നിറവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അയാൾ കഴിഞ്ഞ ഏപ്രിൽ 19 ഏകദേശം 10 മാസം മുമ്പ് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ 2 വിദ്യാർത്ഥികളെ കൊല്ലാൻ ശ്രമിച്ചു. കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ 2 കുട്ടികൾ മോട്ടോർ സൈക്കിളിൽ പോവുകയായിരുന്നു. അവരെയാണ് കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. കാർ ഡ്രൈവർ കൂടെയുണ്ട്, ഇയാളും ഉണ്ട് കൂടെ. ഏതായാലും പോലീസ് കേസെടുത്തു. കേസെടുത്തതോടുകൂടി മണവാളൻ ഒളിവിൽ പോയി. മണവാളനെ പറ്റി വിവരമില്ല. അങ്ങനെ 10 മാസം ശേഷം കഴിഞ്ഞ ദിവസം കൊടകിൽ ഒളിച്ചു താമസിക്കുന്ന മണവാളനെ അവിടെ നിന്ന് തൃശ്ശൂർ പോലീസും ഡാൻസ് സാബും എല്ലാം കൂടെ ചേർന്ന് പൊക്കി തൃശ്ശൂർ കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്തു. ചോദ്യം ചെയ്ത ശേഷം അയാളെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തിന് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. തൃശ്ശൂർ സബ് ജയിലിൽ പോകുമ്പോൾ സബ് ജയിലിലെ കവാടത്തിലെ ഇയാളും പോലീസുകാരും നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം. ആ നിൽക്കുന്ന വിവരങ്ങൾ ഇയാൾ തന്നെ ഇയാളുടെ യൂട്യൂബിൽ തന്നെ ഷൂട്ട് ചെയ്തു. ആ കേസിലെ കുട്ടികളെ കൊല്ലാൻ പോയ കേസിലെ 1-ാം പ്രതിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ജയിലിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ഇയാള് ചിരിച്ചുകൊണ്ട് ഇവരെ ചൂണ്ടി സംസാരിക്കുന്നതും അത് ഷൂട്ട് ചെയ്യുന്നതും തൊട്ടടുത്ത് പോലീസുകാർ നിൽക്കുന്നതൊക്കെ കാണാം. അതിനുശേഷം ജയിലിൽ വെച്ച് ജയിൽ ചട്ടം അനുസരിച്ച് ഇയാളുടെ മുറി മുറിച്ചു. ജയിലിൽ ആര് എന്നാലും ജയിൽ ചട്ടം അനുസരിച്ച് മുടി വളർത്താൻ കഴിയില്ല. മുടി ക്രോപ്പ് ചെയ്യും, അല്ലെങ്കിൽ മുടി വെട്ടും. കാരണം മുടി നീണ്ടു വളർന്നാൽ ആ മുടിയിൽ നീളമുള്ള മുടിയിൽ തൂങ്ങാൻ സാധിക്കും. അതുകൊണ്ട് ഇയാളുടെ മുടി സബ് ജയിലിൽ വെച്ച് മുറിക്കുകയുണ്ടായത്. മുടി മുറിക്കുമ്പോൾ ഇയാൾ അസ്വസ്ഥത കാണിച്ചു. മാനസിക അസ്വസ്ഥത. ഇയാളെ പെട്ടത് തന്നെ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് മാനസിക അസ്വസ്ഥത കാണിച്ചുകൊണ്ട് ഇയാളെ തൃശ്ശൂർ മെന്റൽ ആശുപത്രി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഇങ്ങനെ മാനസിക അസ്വസ്ഥതകൾ അത് കാണിച്ചു. അവിടെ വെച്ച് ഇത് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ആവശ്യമുള്ള മരുന്നുകൾ കൊടുത്ത് ഇയാളെ മടക്കി ജയിലിൽ അയച്ചു. ഇയാള് കഴിഞ്ഞ 10 മാസമായിട്ട് ഒളിവിലായിരുന്നു. പക്ഷേ ഇത്രയും ഫോളോവേഴ്സുള്ളതും ആൾക്ക് നല്ല സാമ്പത്തിക വരുമാനം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഇയാളെ പിടിക്കാൻ പറ്റാതെ വന്നപ്പം ലുക്കൗട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. അങ്ങനെ ഒതുങ്ങി ഇയാള് കർണാടകയിലെ തമിഴ്നാട്ടിലുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി വരികയായിരുന്നു. ഏതായാലും കുടകിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി പോലീസ് അവിടെ എത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്ത ശേഷം റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇയാൾ പെട്ടെന്ന് ജാമ്യത്തിൽ തന്നെ ഇറങ്ങും. നല്ല സാമ്പത്തിക ഇയാൾക്ക് ഇപ്പോൾ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഒരു മാനസിക അസ്വസ്ഥ്യം കാണിച്ചത് മാത്രമല്ല, ഒരു മാനസിക രോഗിയാണ് ഇതുപോലെയുള്ളവർ. കാരണം അവർ കാണിക്കുന്ന കോപ്രായങ്ങളും ഇതുപോലെയുള്ള വിളവുകളും ഇങ്ങനെയുള്ള ഭ്രാന്ത് പരാമർശങ്ങളും അതുപോലുള്ള ചെയ്തികളും ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും
സാമാന്യബോധമുള്ള ഒരു മനുഷ്യൻ കാണിക്കുന്നതല്ല. ആ രീതിയിലുള്ള ചിന്തകളും അത് തന്നെ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് പണം നല്ലതായിട്ട് സമ്പാദിക്കുന്ന വ്യക്തിയാണ് ഇയാൾ. അതുകൊണ്ട് ഇയാളെ തീർച്ചയായിട്ടും മാനസിക രോഗത്തിന് ചികിത്സ തുടരണം. ഈ ജയിലിൽ കയറുന്നത് തന്നെ ജയിലധികരെയും പോലീസിനെയും വകവെക്കാതെ ആ കേസിൽ ഒന്നാം പ്രതിയായ മനുഷ്യൻ മണവാളൻ ജയിലിൽ കയറുന്ന വിവരങ്ങളും ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്നതും കയറി പോകുന്നതൊക്കെ ഷൂട്ട് ചെയ്ത് ലൈവാക്കി കളഞ്ഞു. ആരെയും ഭയമില്ല, നിയമത്തെ ഭയമില്ല, ഒരു മനുഷ്യനെയും ഭയമില്ലാതെ അസ്വസ്ഥനായി ഇത് മാത്രം ചെയ്ത് ആ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഒന്ന് രണ്ട് പേര്. അതുകൊണ്ട് അതിശക്തമായ നടപടി പോലീസ് എടുത്തിട്ടുണ്ട്. ഇയാളെ ട്രീറ്റ്മെന്റ് തുടർച്ചയായിട്ട് നടത്തണമെന്നാണ് ഞാൻ കരുതുന്നത്. പല യൂട്യൂബുകാരും ഇതുപോലുള്ള ചെയ്തികൾ പലതും കാണിച്ചെന്ന് ഇതിനു മുമ്പ് നമുക്കറിയാം. വേറൊരു യൂട്യൂബുകാരൻ അയാളുടെ കാറിന്റെ പിൻസീറ്റും ഡിക്കി എല്ലാം കൂടെ ചേർന്ന് ഒരു ചെറിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അതിൽ കിടന്ന് കുളിച്ച് അയാളുടെ കൂടെയുള്ള ഡ്രൈവർ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നത് കാണാം. അതുപോലത്തെ വട്ടുതരങ്ങൾ കാണിക്കുന്ന ധാരാളം പേര് യൂട്യൂബുകളിലുണ്ട്. അവർക്കൊക്കെ വരുമാനവും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള മാനസിക രോഗികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പം ചെയ്ത പോലെ തന്നെ അറസ്റ്റ് ചെയ്ത് തടവിലേക്ക് പാർപ്പിക്കേണ്ടതാണ്. കാരണം സമൂഹത്തിൽ അത് വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ് ഇവർ. അവർ കാണിക്കുന്ന ഈ വട്ടുതരം, അതുപോലെ ഈ പ്രാങ്കെല്ലാം കുട്ടികൾ ജീവിതത്തിലും അവരുടെ സ്കൂളിലും കോളേജിലും ഒക്കെ ഇത് പകർത്താനും ഈ രീതിയിൽ അയാളെപ്പോലെ തന്നെ ഒരു പ്രാങ്കായിട്ട് നടക്കാനും ഒക്കെ ശ്രമിക്കും. അതുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഇയാളെ ഇപ്പോൾ തൽക്കാലം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ മാനസിക ആശുപത്രിയിലുള്ള ചികിത്സ തുടരുന്നതാണ് നല്ലത്.